നമസ്കാരം, ഞാൻ ബ്രഹ്മദാസ്. ഇന്ന് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവല്യൂഷണറി പാത്തിലെ അടുത്ത വീഡിയോ ആണ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഹിസ്റ്ററി എവല്യൂഷൻ്റെ ആദ്യത്തെ ഭാഗം SEO ഹിസ്റ്ററിയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ ഉള്ള മുൻ വീഡിയോകൾ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് SEOയുടെ എവല്യൂഷണറി പാത്തിൽ ഉള്ള ചില ഭാഗങ്ങളാണ്. ഇതിനു മുമ്പെയുള്ള വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, SEOയുടെ സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഗൂഗിൾ പുറത്തുവിട്ടതോടുകൂടി കൂടുതൽ ആൾക്കാർക്ക് SEO ചെയ്യാനും വെബ് മാസ്റ്റേഴ്സ് വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് വെബ്സൈറ്റിനെ മാനേജ് ചെയ്യാനും അതിനകത്ത് SEO ചെയ്യാനും ഉള്ള ഒരു സാധ്യതയുണ്ടായി. ഈ സാധ്യത ഒരുപാട് ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ എവല്യൂഷണറി പാത്തിനകത്തുള്ള വീഡിയോയിൽ മനസ്സിലാക്കിയതുപോലെ കൂടുതൽ കീവേഡ് ഉപയോഗിക്കുക, കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന ഒരു സമയത്ത് അവരുടെ വെബ്സൈറ്റിനകത്ത് കൂടുതൽ കീവേഡ്സ് സ്റ്റഫ് ചെയ്യുക, കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ഒരു ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്കിലേക്ക് ആൾക്കാരുടെ പ്രാക്ടീസുകൾ വഴിമാറിയപ്പോൾ ഗൂഗിൾ അതിനെ ലിങ്ക് സ്പെസിഫിക് ആക്കി. ലിങ്ക് സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലിങ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനിൽ എത്ര വെബ്സൈറ്റുകളിൽ നിന്നാണോ നമ്മൾ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കിട്ടുന്നത് അതായിരിക്കും നമ്മളുടെ റാങ്കിങ്ങിനെ സ്വാധീനിക്കുക. കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിൻ്റെ പേജിനകത്ത് കൂടുതൽ കീവേഡുകൾ ഒക്കർ ചെയ്യുന്നത്, അഥവാ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഒക്കർ ചെയ്ത് വരുന്നു എന്നുള്ളത് അതിൻ്റെ റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ പ്രാവശ്യം കീവേഡുകൾ സ്റ്റഫ് ചെയ്ത് ഒരു ബ്ലാക്ക് ഹാറ്റ് SEO പ്രാക്ടീസിലേക്ക് പോവുകയും അത് ക്വാളിറ്റി കുറഞ്ഞ വെബ് പേജുകൾ സെർച്ച് റിസൾട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്തു. ഇതിൽ ആ ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ ഒരിക്കലും യൂസേഴ്സിന് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഗൂഗിൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ആൽഗോരിതത്തിനകത്ത് മാറ്റം വരുത്തി ലിങ്ക് സ്പെസിഫിക് ആക്കി മാറ്റി. എന്താ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ ലിങ്ക് സ്പെസിഫിക് ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് എത്രമാത്രം വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റാങ്കിങ് വരിക. അപ്പോൾ കൂടുതൽ ലിങ്ക് സ്പെസിഫിക് ആക്കിയ ഒരു സിറ്റുവേഷനിൽ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സ് അഥവാ വെബ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ SEO പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ലിങ്ക്സ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി. അവരുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയോ റാങ്കിങ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേജിനകത്ത് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള കണ്ടൻസ് പബ്ലിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അതിൻ്റെ ഭംഗിയുള്ളതാക്കുകയോ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ മാറ്റുകയോ ഒന്നും ചെയ്യുന്നതിന് പകരം കൂടുതൽ ലിങ്ക്സിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമായി വെബ് മാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ ലിങ്ക്സ് നേടി റാങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒത്തിരി വെബ്സൈറ്റുകൾ ലിങ്ക് സെല്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൂടി വന്നു. കൂടുതൽ സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള മിക്ക ആൾക്കാരും കാശിന് ലിങ്ക് സെല്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഈ സംജാതമായപ്പോൾ ഗൂഗിള് അതിൻ്റെ അടുത്ത ഒരു ടാക്ടിക്സ് അവരുടെ സെർച്ച് എഞ്ചിൻ്റെ ആൽഗോരിതത്തിനകത്ത് പുതിയൊരു ടാക്ടിക്സിലേക്ക് മാറാനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടായി. അതിനെ അവർ ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി മാറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഒരു പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഒരു ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാക്കി മാറ്റുകയും, അപ്പോൾ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നതിന് കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ പോരാ, ക്വാളിറ്റിയുള്ള അഥവാ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്ന വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറി. നമ്മൾ ഇന്ന് SEO എവല്യൂഷൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തിയത്. കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നു സെർച്ച് എഞ്ചിൻ, ലിങ്ക് സ്പെസിഫിക് ആക്കിയപ്പോൾ അവർക്ക് കൂടുതൽ വെബ്സൈറ്റുകൾക്ക് പല വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ മാത്രമേ ആ ലിങ്ക്സ് ഓരോന്നും റെക്കമെൻഡേഷൻ വോട്ടായിട്ടാണ് ഗൂഗിൾ കണക്കാക്കുക. അപ്പോൾ കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയ വെബ്സൈറ്റുകൾക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ വോട്ട് കിട്ടി എന്നുള്ള നിലയ്ക്ക് ഗൂഗിൾ അതിനെ റാങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ലിങ്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ കൊടുത്തു തുടങ്ങിയത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ
കൂടുതൽ ലിങ്ക്സ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി വെബ്സൈറ്റ് ഓണേഴ്സിൻ്റെ അഥവാ വെബ് മാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും. അവർ കൂടുതൽ ലിങ്ക്സ് എങ്ങനെ സംഘടിപ്പിക്കാം, കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് എങ്ങനെ ലിങ്ക് നേടാം, അങ്ങനെ വെബ്സൈറ്റ് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കാനുള്ള ശ്രമങ്ങളായി. എന്നാൽ ആ സമയത്തൊന്നും അവരെ വെബ്സൈറ്റിനകത്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻസ് പബ്ലിഷ് ചെയ്യുന്നതിനോടോ വെബ്സൈറ്റ് നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടോ ഡിവൈസുകളിലും ബ്രൗസറിലും ഒക്കെ വളരെ ക്വിക്കായിട്ട് വെബ്സൈറ്റ് ലോഡാകുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പകരം ലിങ്ക്സിന് വേണ്ടി മാത്രം ശ്രമം നടത്തി കുറച്ച് ആൾക്കാർ ലിങ്ക് സെല്ല് ചെയ്യാനും മുമ്പോട്ട് വന്നപ്പോൾ ഗൂഗിളിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് കാണിച്ചു തുടങ്ങി. ഗൂഗിൾ വീണ്ടും അതിനെ ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി, അഥവാ പേജ് റാങ്ക് എന്ന് പറയുന്ന റേറ്റിംഗ് സംവിധാനം പുറത്തു കൊണ്ടുവന്നു. ആ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ലിങ്ക് കിട്ടിയാൽ മാത്രമേ റാങ്ക് ചെയ്യൂ എന്നുള്ള, അല്ലെങ്കിൽ റാങ്ക് ചെയ്യുന്നതിന് സാധ്യതയുണ്ടാകൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി. അപ്പോഴത്തേക്ക് പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകൾ, ഒരുപാട് പേജ് റാങ്ക് ഗൂഗിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേജ് റാങ്ക് റേറ്റിംഗ് നേടിയ വെബ്സൈറ്റുകൾ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രാക്ടീസ് ഉടലെടുത്തു. അപ്പോൾ ഗൂഗിൾ അവരുടെ ആൽഗോരിതത്തിനകത്ത് വീണ്ടും മാറ്റം വരുത്തി പാസിംഗ് ദി ജ്യൂസ് എന്ന് പറയുന്ന, അഥവാ ലിങ്ക് ജ്യൂസ് പാസ് ചെയ്തു പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റ് വേറൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ അവരുടെ ഇക്വിറ്റി അഥവാ പേജ് റാങ്ക് താഴ്ന്നു പോകുന്ന, അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് പാസിംഗ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ലിങ്ക്സ് ഒരു വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് പോകുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേജ് റാങ്ക് എന്ന് പറയുന്ന ഇക്വിറ്റി ലിങ്ക് വഴി മറ്റേ വെബ്സൈറ്റിലേക്ക്, കൊടുക്കുന്ന വെബ്സൈറ്റിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വെബ്സൈറ്റിൻ്റെ അവരുടെ ആൽഗോരിതത്തിനകത്ത് ഗൂഗിൾ മാറ്റം വരുത്തി. അതിനൊപ്പം തന്നെ ഒരു REL = നോ ഫോളോ ലിങ്ക്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂഷൻ കൂടെ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കണമെങ്കിൽ ലിങ്ക് കൊടുക്കുകയും ചെയ്യാം. REL = നോ ഫോളോ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂഷൻ ആ HRFനകത്തോട്ട്, ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന ആങ്കർ ടാഗിനകത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി പാസ് ചെയ്ത് പോകാത്ത, എന്നാൽ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് യൂസേഴ്സിന് പോകാൻ പറ്റും, പക്ഷേ ഇക്വിറ്റി പാസ് ചെയ്ത് പോകാത്ത ഒരു സിറ്റുവേഷനും കൂടെ ഗൂഗിൾ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളിപ്പോൾ കേട്ട വീഡിയോ SEO എവല്യൂഷനെ പറ്റിയുള്ളതാണ്. ഇനി അടുത്ത എവല്യൂഷണറി പാത്തിനകത്ത് നമുക്ക് പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനകത്ത് ഒരു SEO നിലവാരത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ പഠിക്കുക. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോസിനകത്ത് ഗൂഗിൾ പിന്നെ മാറ്റം വരുത്തിയ യൂസേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ അനുസരിച്ചുള്ള മാറ്റവും, പിന്നെ സോഷ്യൽ മീഡിയ സിഗ്നൽസും, അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ നടത്തിയ അപ്ഡേഷനെ പറ്റിയുള്ള വീഡിയോസുമാണ്. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത് SEOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷണലായിട്ട് ഒരു SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വെബ്സൈറ്റുകളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.